നമസ്കാരം. മക്കൾ നന്നാവാൻ എന്ത് ചെയ്യണം? എൻ്റെ കുട്ടി വളരെ ചെറുതാണ്, എന്ത് ചെയ്യാം? ഇപ്പോൾ മുതൽക്ക് എന്ത് ചെയ്യാം? ഇന്നലെ വന്ന ആൾ ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. കുട്ടിക്ക് വയസ്സ് 5. ഉത്തരത്തിനധികം സമയമെടുത്തില്ല. സംസ്കൃതം പഠിപ്പിക്കുക. സംസ്കൃതം പഠിച്ചാൽ സംസ്കാരം താനേ വരും. വേറെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് സംസ്കാരമാണ് വേണ്ടത്. ചോദ്യം അത് തന്നെയായിരുന്നു. അപ്പോൾ ഇനിയുള്ള കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കുകയാണെങ്കിൽ സംസ്കാരം താനേ വരും. എങ്ങനെയെന്ന് പറയാം. സംസ്കൃതം പഠിപ്പിക്കുമ്പോൾ അതിൽ സുഭാഷിതങ്ങൾ, നമ്മുടെ പുരാണങ്ങളിലുള്ള കഥകൾ, ഭാരതത്തിൻ്റെ പൈതൃകം, ജീവിത രീതി, ഇതൊക്കെയാണ് പഠിപ്പിച്ചു പോരുന്നത്. പ്രത്യേകമായിട്ട് പഠിക്കേണ്ട കാര്യമില്ല, പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സംസ്കൃതം പഠിപ്പിക്കുമ്പോൾ ചെറുപ്പത്തിലെ തന്നെ ചെറിയ ചെറിയ ശ്ലോകങ്ങളൊക്കെ ശ്ലോകരൂപേണ അത് പഠിക്കും, ഭാഷ പഠിക്കും. സംസ്കൃത ഭാഷ പഠിക്കുമ്പോൾ സംസ്കാരം താനേ വരും. സംസ്കാരം, സംസ്കൃതം, സംസ്കൃതി എല്ലാം ഒന്ന് തന്നെയാണ്. ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സംസ്കൃതം പഠിക്കുക. ഇന്ന് ഫ്രീ ആയിട്ട് യൂട്യൂബിലൊക്കെ കയറി നോക്കിയാൽ മനസ്സിലാവും, ഫ്രീ ആയിട്ട് സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട്. വയസ്സായ ആൾക്കാർക്കും പഠിക്കാം. അങ്ങനെ പ്രചോദനമാകും, സംസ്കൃതം നിലനിൽക്കും. സംസ്കൃതത്തിലൂടെ കുറേ പ്രമാണങ്ങളും ശ്ലോകങ്ങളും എല്ലാം പഠിക്കാം. ഇങ്ങനെ നമുക്ക് സംസ്കാരം നാം അറിയാതെ വരും. അപ്പോൾ കൊച്ചു കുട്ടികളെ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പഠിപ്പിച്ചില്ലെങ്കിലും അവർ പഠിച്ചോളും. പക്ഷേ സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങൾ അവശ്യം അനുഭവോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും പഠിപ്പിക്കാൻ പോകുന്നില്ല. നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോടി ശതൈരപി ആരും പഠിപ്പിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ എഫർട്ട് ഇട്ട് പഠിക്കേണ്ടത് സംസ്കൃതമാണ്. ബാക്കിയുള്ളത് ഇന്നത്തെ സാഹചര്യം പരിഗണിച്ച് ഇംഗ്ലീഷ് താനേ വന്നോളും. ആരും പഠിപ്പിക്കേണ്ട, താനേ വന്നോളും. പക്ഷെ സംസ്കൃതം നമ്മൾ പരിശ്രമം ചെയ്ത് പഠിക്കേണ്ട ഒരവസ്ഥയാണ്. അത് മാത്രം പഠിപ്പിച്ചാൽ വാല്യൂസ് താനേ ബിൽഡാവും. യാതൊരു തർക്കവുമില്ല. ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. കുട്ടികളെ അതിൽ ചേർക്കുക. സമയമൊന്നും വേസ്റ്റ് ആകില്ല. അതൊരു അസറ്റാണ്, ഒരു വാല്യൂ ആണ്. ഈ ഒരു ഇൻഫർമേഷൻ ഏവരിലേക്കും എത്തിക്കുക. നമസ്കാരം.